എല്ലാ വിദ്യാർത്ഥികൾക്കും ദിശ അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ നോക്കുന്നത് RRB ഗ്രൂപ്പ് ഡിക്ക് ആവശ്യമായിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഫിഗർ കൗണ്ടിങ് ആണ്. കൗണ്ടിങ് ഫിഗേഴ്സ്. ഫിഗർ കൗണ്ടിങ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് ട്രയാങ്കിൾ കൗണ്ടിങ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് റെക്ടാങ്കിൾ കൗണ്ടിങ് ഉണ്ട്, സ്ക്വയർ കൗണ്ടിങ്. മെയിൻ ആയിട്ട് നമുക്ക് ഈ 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചോദിച്ചു കാണാറുള്ളത്. ഓക്കെ, നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് നോക്കാം, ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, കോമൺ ആയിട്ട് ചോദിക്കുന്നതും കുറച്ച് എളുപ്പ വഴികളുള്ളതുമായ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഒരുപാട് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതായത് കോമൺ ആയിട്ട് നമ്മൾ ചോദിച്ച് കാണുന്നതും അതിൽ കുറച്ച് ഷോർട്ട് കട്ട്സ്, ചില എളുപ്പ വഴികളുണ്ട്. ആ എളുപ്പ വഴി മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ കുറെയൊക്കെ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് നമുക്ക് കൗണ്ട് ചെയ്തെടുക്കാൻ പറ്റും. അതിനുവേണ്ടിയുള്ള ടോപ്പിക്സ് നമ്മൾ എടുക്കുന്നത്, അല്ലെങ്കിൽ അത് ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വെച്ച് നോക്കിയേ, കൗണ്ട് എ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഇൻ ദ ഗിവൺ ഫിഗർ. തന്നിരിക്കുന്ന ഫിഗറിൽ ട്രയാങ്കിൾസ് കൗണ്ട് ചെയ്യാനാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫിഗർ എന്തെങ്കിലും ട്രയാങ്കിൾ കൗണ്ട് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ഓരോ ട്രയാങ്കിൾ ആയിട്ട് കുത്തി ഇങ്ങനെ എന്തെങ്കിലും കൗണ്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇത് കുറച്ചും കൂടെ എളുപ്പമുള്ള ക്വസ്റ്റൻ ആണ്. നമുക്ക് കുറച്ചുകൂടെ വലുത് വന്നാൽ നമുക്ക് എന്താണ്, പിന്നെ നമ്മൾ ഓരോ നാടിനെ നമ്മൾ എന്താണ് ഇങ്ങനെ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കണം അല്ലെ. ഇത്രയും കൗണ്ട് ചെയ്യുന്ന സമയം ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരുപാട് ക്വസ്റ്റൻ ചെയ്യാം അല്ലെ. അപ്പൊ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സമയത്ത് നമ്മൾ ചെയ്യാനായിട്ട് ഒരു മെത്തേഡ് യൂസ് ചെയ്യും. അപ്പൊ അതിന് വേണ്ടി ഞാൻ ഒരു കാര്യം ചെയ്യാം. ചെറിയൊരു ട്രയാങ്കിൾ ഞാൻ വരയ്ക്കണം, ചെറുതൊരെണ്ണം വരയ്ക്കുകയാണ്. ഇതിന്റെ ചെറുത് ഞാൻ ഒരെണ്ണം വരയ്ക്കുവാണേ. ഓക്കെ, ഒരു ലൈൻ മാത്രം വരയ്ക്കണം. ഓക്കെ, നിങ്ങൾ നോക്കിയേ, ഒരു ലൈൻ മാത്രം വരുമ്പോൾ നിങ്ങൾക്ക് എത്ര വരും നോക്കിയേ. ഒരു ചെറുത് ഇവിടെ ഒന്ന്, പിന്നെ ഇവിടെ വരണം. അങ്ങനെ എത്ര വരും? 3 എണ്ണം വരും. ഓക്കെ, അതേസമയം 2 എണ്ണം വരുവാണെങ്കിലോ, അല്ലെങ്കിൽ 2 ലൈൻസ് വരുവാണെന്ന് നോക്കിയേ, എത്ര വരും നോക്കിയേ. 2 ലൈൻസ് വരുവാണെങ്കിൽ 1 2 ലൈൻസ് അകത്ത് വരാണ് നോക്കി. ഇവിടെ 1 2 3 ചെറുത്, അത് കഴിഞ്ഞിട്ട് 2 എണ്ണം ഉള്ള കോമ്പിനേഷൻ എടുക്കും അല്ലെ. ഇങ്ങനെ 1, അതുപോലെ 2, പിന്നെ വലുത് വരണം 3 അല്ലെ. അങ്ങനെ എത്ര 6 എണ്ണമായി. അപ്പൊ ഇങ്ങനെ നമ്മൾ എണ്ണാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ചെറുത് ആദ്യം എണ്ണണം, പിന്നെ 2 എണ്ണം ചേർന്നുള്ള എണ്ണം, പിന്നെ 3 എണ്ണം ചേർന്നുള്ള, പിന്നെ 4, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, എണ്ണിക്കൊണ്ടേയിരിക്കണം അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു സിമ്പിൾ മെത്തേഡ്, ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ചെയ്യാനുള്ള ഒരു സിമ്പിൾ മെത്തേഡ് ആണോ. അതിപ്പോ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇത്രേ ഉള്ളൂ. നമ്മൾ ആദ്യം നമ്മൾ ഈ താഴെ വരുന്ന ബേസ് ഇല്ലേ, അവിടെ നമ്മൾ നമ്പർ ചെയ്യും. ഓക്കെ, ഇങ്ങനെ നമ്പർ ചെയ്യും. 1 2 നമ്മൾ ഇങ്ങനെ നമ്പർ ചെയ്യും. ഓക്കെ, ഇങ്ങനെ നമ്പർ ചെയ്ത് നമ്മൾ എന്താ വെച്ചാൽ ഒന്നുകിൽ നിങ്ങൾക്ക് 1 + 2 എന്താണ് 3 ഇങ്ങനെ എടുക്കാം. 1 + 2 3 എടുക്കാം. അല്ലെങ്കിൽ 2 എണ്ണം വന്നു അല്ലെ, n = 2 എന്ന് എടുത്തിട്ട് ഫോർമുല n × n + 1/2 എന്നുള്ള ഫോർമുല ഇട്ടാലും മതി. രണ്ട് രീതി നമുക്ക് എടുക്കാം. ഒന്നുകിൽ n × n + 1/2 എന്നുള്ള ഫോർമുല യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ചെയ്യുക, നമ്പർ ഇട്ട് നമ്പർ എല്ലാം കൂട്ടിയാൽ മതി. 1 + 2 3. ഇവിടെ നോക്കിയേ, 1 2 3, 1 + 2 3, 3 + 3 6 വരും. അല്ലെങ്കിൽ 3 × 4/2, 3 4 12/2 6 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എത്രയാ നോക്കിയേ, 1 2 3 4 എല്ലാവരും കൂട്ടുകയാണ് എത്ര വരും? 2 1 3, 3 3 6, 6 4 10 എന്ന് കിട്ടും. അല്ലെങ്കിൽ 4 × 5/2 എന്ന് വരും. 20/2 10 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ടൈപ്പ് ഓഫ് ട്രയാങ്കിൾ കൗണ്ടിങ് നമ്മൾ എടുക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റൻ ആണ് ഇത് അല്ലെ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കാം. ഓക്കെ, ചെറിയൊരു വ്യത്യാസം, നമ്മൾ ഇപ്പൊ കണ്ട ഫിഗറിൽ തന്നെ ചെറിയൊരു വ്യത്യാസം വരുന്ന ഒരു ക്വസ്റ്റൻ ആണ് അല്ലെ. അപ്പൊ നമുക്ക് ജസ്റ്റ് ചെറുതിൽ നമുക്ക് തുടങ്ങാം. ചെറുതിൽ തുടങ്ങുമ്പോൾ കുറച്ചും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ചെറുതിൽ തുടങ്ങുമ്പോൾ കുറച്ചും കൂടെ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഞാൻ ഒരു ട്രയാങ്കിൾ വരച്ചു. സിംഗിൾ ലൈൻ വരയ്ക്കുകയാണ്. ഇവിടെ നമുക്ക് എത്ര ഉണ്ടെന്ന് അറിയാലേ, 1 2 പിന്നെ എത്രയാണ് 3 ഉണ്ടെന്ന് അറിയാം. ഓക്കെ, ഞാൻ ഇവിടെ ഒരു ലൈൻ കൂടെ അഡീഷണൽ വരയ്ക്കാം. അപ്പൊ നിങ്ങൾ എപ്പോഴും എന്താ സംഭവിച്ചാൽ നിങ്ങൾക്ക് അഡീഷണൽ ലൈൻ വരയ്ക്കുമ്പോൾ എത്ര എണ്ണം അഡീഷണൽ ഉണ്ടാവുന്നു, പുതുതായി ഉണ്ടാവും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, നമുക്ക് നോർമലി ഇവിടെ എത്ര ഉണ്ടാകുന്ന അറിയായിരുന്നു, 3 എണ്ണം ഉണ്ടെന്ന് അറിയാം അല്ലെ. പക്ഷെ അത് കൂടാതെ നമുക്ക് പുതിയൊരു ലൈൻ വരച്ചപ്പോൾ എത്ര ട്രയാങ്കിൾസ് ഉണ്ടായിരുന്നു നോക്കാം. ഇവിടെ നിങ്ങൾക്ക് പുതിയ ട്രയാങ്കിൾ ഉണ്ടാകുന്ന നോക്കിയേ, ഇവിടെ ഉണ്ടാകത്തില്ല അല്ലെ, താഴോട്ട് ഉണ്ടാകത്തില്ല, മുകളിലോട്ട് ഉണ്ടാകത്തുള്ളൂ. മുകളിലുണ്ടാകുന്ന എങ്ങനെ നോക്കിയേ, ഇത് 1 ഇത് 2 പിന്നെ ഇത് 3 അല്ലെ, അവിടെയും 3 ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ആക്ച്വലി നമുക്കിവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കോർണറിൽ സ്റ്റാർട്ട് ചെയ്ത് ഒരു ബേസിലോട്ട് വരുന്ന ട്രയാങ്കിൾ നമ്മൾ എന്ത് ചെയ്യും, നമ്പർ, ചെറിയ ട്രയാങ്കിൾ നമ്മൾ നമ്പർ ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ഇവിടെ 1 ഇവിടെ 2 ഇവിടെ 1 ഇവിടെ 2 എത്രയായി, ഇവിടെ 3 ഇവിടെ 3 മൊത്തം എത്രയായി 6 എന്നായി. ഓക്കെ, ഞാൻ കുറച്ചുകൂടെ വലുത് വരയ്ക്കുകയാണ് കേട്ടോ. 2 എണ്ണം വരച്ചു. ഓക്കെ, എന്റെ ഇവിടെ ഞാനൊരു ലൈൻ വരയ്ക്കുകയാണ്. നമുക്കറിയാം നോർമലി ഇത് 1 2 3 ഈ ബേസിലും, അതുപോലെ ഇവിടെ ഒരു ബേസ് ഉണ്ടല്ലോ 1 2 3 എത്രയായി, ഇവിടെ 6 വരും, ഇവിടെ 6 വരും, മൊത്തം എത്രയായി 12 എന്നായി. ഇനി വീണ്ടും ഞാൻ ഒരു ബേസ് ഇടുവാണെങ്കിലോ അവിടെയും 1 2 3 എത്ര വരും, 6 എണ്ണം വരും, എത്രയായി 18 എന്നായി അല്ലെ, 18 എന്നായി.
എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കോർണർ സ്റ്റാർട്ട് ചെയ്ത് ഒരു ബേസിലോട്ട് ഒരു ബേസിലോട്ട് വരുന്ന ട്രയാങ്കിളിനെ കൗണ്ട് ചെയ്തെടുത്താൽ മതി അല്ലെ. അപ്പൊ അങ്ങനെ നിങ്ങളോട് നോക്കിയേ, ഈ കോർണർ സ്റ്റാർട്ട് ചെയ്ത് ഈ ബേസിലോട്ട് 1 2 3 4. അപ്പൊ ഈ കോർണർ സ്റ്റാർട്ട് ചെയ്ത് ഈ ബേസിലോട്ട് 1 2 3 4. അപ്പൊ എത്രയാണ് നോക്കിയേ? 4 3 7 3 10 കിട്ടും. ഇവിടെ എത്ര വരും? 11 വരും. ഓക്കെ, കൺസെപ്റ്റ് ഇതാണ്. ഒരു കോർണറിൽ നിന്ന് ഒരു ബേസിലോട്ട് വരുന്ന ചെറിയ ട്രയാങ്കിൾ നിങ്ങൾ നമ്പർ ചെയ്യുക, എന്നിട്ട് എല്ലാം കൂടെ കൂട്ടുക. ഓക്കെ ഓക്കെ, കുറച്ചുകൂടെ നല്ലൊരു ക്വസ്റ്റ്യൻ ഇട്ട് തരാം. ഓക്കെ, കുറച്ച് നല്ലത്. ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഓക്കെ 10 10 20 ആണെന്ന് നമുക്ക് മനസ്സിലായി. ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ വരയ്ക്കുകയാണ്, കുറച്ച് വലുതാക്കി വരയ്ക്കാം. ഓക്കെ, ഞാൻ ഇവിടെ 2 ലൈൻസ് കൊടുക്കുകയാണ്. ഓക്കെ, ഇവിടെ ഒരു ലൈനും ഇവിടെ ഒരു ലൈനും കൊടുക്കുകയാണ്. ഓക്കെ, ഇതെങ്ങനെ വരുന്നത് നോക്കിയേ. ഇവിടെ നമുക്കറിയാം ഈ കോർണറിൽ നിന്ന് ഈ ബേസ്, താഴത്തെ ബേസിലൂടെ നമുക്ക് നമ്പർ ചെയ്യാം. 1 2 3 4. എത്ര ഇടും? 4 3 7 2 9 10 എന്ന് കിട്ടും. താഴെ 10 കിട്ടും. അതുപോലെ ഈ കോർണറിൽ നിന്ന് ഈ ബേസിലൂടെ നമ്മൾ നമ്പർ ചെയ്യുമ്പോൾ 1 2 എത്ര ഇടും? 3 എണ്ണം. അതുപോലെ ഈ നമ്പർ ഈ കോർണർ നീലോട്ട് 1 2 3 2 6 1 3 2 5 1 6 എന്ന് കിട്ടും അല്ലെ. മൊത്തത്തിൽ 10 3 13 6 19 എന്ന് കിട്ടും. അപ്പൊ ഈ ഒരു രീതിയിൽ നമുക്ക് എത്ര വരകൾ വന്നാലും, എത്ര ഹൊറിസോണൽ ആയിട്ട് അതിൽ എത്ര വെർട്ടിക്കലായിട്ട് ലൈൻസ് വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് നമുക്ക് നമ്പർ ചെയ്ത് നമുക്ക് ട്രയാങ്കിൾസ് കൗണ്ട് ചെയ്യാൻ പറ്റും. ഈ നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ള ഈസി മെത്തേഡ്സ് ആണ്. നമുക്ക് അല്ലാതെ നമുക്ക് എന്ത് ചെയ്യണം? ഈ ട്രയാങ്കിൾ എണ്ണം, ഈ ട്രയാങ്കിൾ എണ്ണം, ഇതെണ്ണം, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിന്റെ 2ന്റെ കോമ്പിനേഷൻ എണ്ണം, 3ന്റെ കോമ്പിനേഷൻ എണ്ണം, അങ്ങനെ ഓരോ എണ്ണം അല്ലെ. അതുപോലെ വലുത് എണ്ണം. നമ്മൾ അത്രയും എന്ത് സമയങ്ങളിൽ വരെ നമുക്ക് എന്താണ് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്താണ് ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഓക്കെ, അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ട്രയാങ്കിൾസ് ആർ ദേർ ഇൻ ദ ഗിവൺ ഫിഗർ. ഇതൊക്കെ സ്ഥിരമായിട്ട് ചോദിച്ചു കാണുന്ന ഫിഗേഴ്സ് ആണ് കേട്ടോ. സ്ഥിരമായി ചോദിച്ചു കാണുന്ന ഫിഗേഴ്സ് ആണ്. അതിനകത്ത് ചെറിയൊരു ഫിഗർ വരയ്ക്കാം കേട്ടോ. ചെറിയൊരു ഫിഗർ വെച്ചിട്ട് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക. ചെറിയൊരു ഫിഗർ വെച്ചിട്ട് അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ബാക്കിയുള്ള നോക്കാം. ഓക്കെ, ഞാൻ ഇങ്ങനെ വരയ്ക്കുവാണ്. ഇവിടെ എത്ര ട്രയാങ്കിൾസ് ഉണ്ടെന്നായിരിക്കും? ഇവിടെ എത്ര ട്രയാങ്കിൾസ് ഉണ്ടായിരിക്കും? ഓക്കെ, ഇവിടെ നമുക്ക് 1 2 3 4 ചെറിയ 4 എണ്ണം അല്ലെ. ഇനി ഈ ലൈൻ വരുമ്പോ 5 6, അതുപോലെ ഈ ലൈൻ വരുമ്പോ 7 8. അത് വലിയ 4 ട്രയാങ്കിൾ അഡീഷൻ വരുന്നത് അല്ലെ. നമുക്ക് എത്ര 8 എണ്ണം വരുന്നുണ്ട്? മൊത്തം 8 എണ്ണം വരുന്നുണ്ട്. നമ്മളിത് എങ്ങനെ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കൗണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ് കേട്ടോ. ഈ ലൈൻസ്, ചെറിയ ലൈൻസ് 1 2 3 4, 4 ചെറിയ ലൈൻസ് ഉണ്ട് അല്ലെ. അപ്പൊ 4 × 2 8. ഇതാണ് കൺസെപ്റ്റ്. നമ്മൾ കാരണം ഒരുപാട് ലൈൻസ് ഇതിനകത്ത് വരുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണ്ട, നമുക്ക് ഇത്രയും കുത്തിയിരുന്ന് നമ്മൾ എന്തെങ്കിലും സമയം കളയേണ്ട ആവശ്യമില്ല. ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ട് കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ചെറിയ ലൈൻസ് കൗണ്ട് ചെയ്താൽ മതി. നോക്കിയേ, ഇവിടെ നോക്കി. ഇപ്പൊ ഇവിടെ എന്താ 1 2 3 4 5 6 7 8 അല്ലെ. 8 ലൈൻസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 8 × 2 16 കിട്ടും. ഓക്കെ, 8 × 2 16 കിട്ടും. ഇതാണ് സംഭവം. ഓക്കെ, നമ്മൾ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വരാൻ ട്രയാങ്കിൾ കൗണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ ആ ചെറിയ ലൈൻസ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൗണ്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? × 2 കൊടുത്താൽ മാത്രം മതി. ഈ ഒരു ടൈപ്പ് ഓഫ് പാറ്റേൺ, ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമുക്ക് ഇതാണ് പാറ്റേൺ. ഓക്കെ, നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കി വെക്കുക. കാരണം ഇതല്ലാണ്ട് നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും നോർമൽ കൗണ്ട് ചെയ്യുന്ന കൗണ്ട് ചെയ്യണം. അത് അത്രത്തോളം എന്താണ് ഈസി അല്ല അങ്ങനെ കൗണ്ട് ചെയ്യുന്നുള്ളത്. നമുക്ക് ഇതുപോലെ ഷോർട്ട് കട്ട്സ് അറിയാൻ നമുക്ക് എന്താണ് ഈസി ആയിട്ട് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Count the number of triangles in the given figure. Okay, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്കൊരു ഫോർമുല ഉണ്ട്. ഓക്കെ, ഒരു ഫോർമുല ഉണ്ട്. ഫോർമുല വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഫോർമുല വെച്ച് ചെയ്തില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ നമ്പർ വരുമ്പോൾ പഠിച്ചു വെക്കുകയെങ്കിലും ചെയ്യാം. ഓക്കെ, ആക്ച്വലി ഫോർമുല എന്ന് പറയുവാണ്. ഫോർമുല എന്ന് പറയുന്നത് n × n + 2 × 2n + 1 ഡിവൈഡഡ് ബൈ 8 എന്ന് പറയുന്നതാണ് ഫോർമുല. n × n + 2 × 2n + 1 / 8. ഇതാണ് ഫോർമുല. ഓക്കെ, നമുക്ക് നോക്കാം ഇത് എന്താ സംഭവം നോക്കാം. n എന്താണെന്ന് അറിയണല്ലോ നമ്മൾ. നോക്കിയേ, ഇവിടെ നമ്മൾ ഈ ബേസിൽ നോക്കുമ്പോൾ നമ്മൾ നോക്കിയേ 1 2 3 4 ട്രയാങ്കിൾസ് ഉണ്ട് അല്ലെ. ഈ ബേസിൽ 4 ട്രയാങ്കിൾ. ഇവിടെ നോക്കുമ്പോൾ ഈ ബേസ് നോക്കിയാൽ 1 2 3 4, അവിടെ 4 ട്രയാങ്കിൾ. ഈ ബേസ് നോക്കുകയാണെങ്കിലോ 1 2 3 4. എല്ലാ ബേസിലും 4 ട്രയാങ്കിൾ വെച്ചാണ് ആ ബേസിലോട്ട് വന്നിരിക്കുന്നത് അല്ലെ. അത്രേ ഉള്ളൂ. ഓക്കെ, ഇൻവേർട്ടർ നമ്മൾ നോക്കത്തില്ല. നോർമൽ ആയിട്ടുള്ള ട്രയാങ്കിൾസ് എത്ര എണ്ണം വരുന്നു എന്നുള്ളതാണ് നോക്കുന്നത്. 1 2 3 4 എണ്ണം. ഇവിടുത്തെ n എന്ന് പറയുന്നതായിരിക്കും
4ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത് ഇതുപോലെ തന്നെ നമുക്ക് 3 വെച്ചും വരാം കേട്ടോ. ഇങ്ങനെ നമ്മൾ വരച്ചിട്ട് 3 വെച്ചും വരാറുണ്ട് ചില സമയത്ത്. ഓക്കെ, 3 വെച്ചും വരാറുണ്ട്. അപ്പൊ ഇങ്ങനെ വരുന്നത് ഇങ്ങനെ ആയിരിക്കും വരുന്നത് 3 വെച്ചുള്ളത്. ഓക്കെ, അപ്പൊ 4 വരാം, 3 വരാം, 5 വരാം, 6 വരാം, എന്താണെങ്കിലും വരാം. ഓക്കെ, നമ്മൾ ഈ ഫോർമുലയുടെ അപ്ലൈ ചെയ്യണം. അപ്പൊ ഞാൻ ആദ്യം ഈ ഫോർമുല അപ്ലൈ നോക്കിയേ. n = 4 ആണ്. അപ്പൊ എന്തായാലും 4 ഇൻറ്റു 4 + 2 എന്താണ് 6 ഇൻറ്റു പിന്നെ 2 2 × 4 8 + 1 9 ഡിവൈഡഡ് ബൈ 8. 8 നോക്കാം നമുക്ക്. 4 8 എത്ര വരും? 4 2 8 2 6 ഇവിടെ എത്ര? 3 3 9 എത്രയാണ്? 27 കിട്ടും. അതായത് n = 4 ആകുമ്പോൾ 27 ട്രയാങ്കിൾസ് ഉണ്ടായിരിക്കും എന്ന് അറിഞ്ഞിരിക്കുക. 27 ട്രയാങ്കിൾസ് ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാക്കും. നിങ്ങൾക്ക് ഒരു ഓഡ് നമ്പർ വരുമ്പോൾ, ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ ഇവിടെ 3 അല്ലേ വന്നു, 1 2 3 1 2 3 1 2 3. ഓഡ് നമ്പർ വരുമ്പോൾ നമുക്ക് എന്താണ് ഈ ഫോമിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ആൻസർ കിട്ടില്ല. എന്താണ് പോയിന്റിലേക്ക് കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാം, ഈ ഫോമിൽ ചെറുതായിട്ടൊന്ന് മാറ്റും. n × n + 2 × 2n + 1 ഡിവൈഡഡ് ബൈ 8 അല്ല സോറി n × n + 1 n + 2 × 2n + 1 -1 ഡിവൈഡഡ് ബൈ 8 എന്നാക്കും. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ചുകൂടി എന്താണ് ക്യാൻസൽ ചെയ്ത് പോകും. ഇല്ലെങ്കിൽ നമ്മൾ ഈ ഫോമിൽ ഇടുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ പോയിന്റ് കിട്ടും. അപ്പം പറഞ്ഞു വെച്ചാൽ ഇത് കിട്ടിയിട്ട് പോയിന്റ് നമ്മൾ എന്ത് ചെയ്യും, അതിന് നമ്മൾ റൗണ്ട് ചെയ്തെടുക്കും. ഓക്കെ, പോയിന്റ് കിട്ടി റൗണ്ട് ചെയ്തെടുക്കും. അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഈക്വേഷൻ അപ്ലൈ ചെയ്താലും മതി. നമുക്ക് നോക്കാം, ഈക്വേഷൻ അപ്ലൈ ചെയ്ത് നോക്കാം. 3 × 3 + 2 വരും 5 × 3 3 2 6 1 7 അല്ലെ, -1 ഡിവൈഡഡ് ബൈ 8. ഇങ്ങനെയാണ് നമുക്ക് ഫോമുല വരുന്നത് അല്ലെ. അപ്പൊ എന്താ നോക്കിയേ, 3 21 അല്ലേ, 3 21 21 × 5 എത്ര വരും? 105 അല്ലെ. എളുപ്പത്തിനാണ് പറയുന്നത് കേട്ടോ. 3 × 7 21 21 × 5 എത്രയാണ്? 105 എന്ന് വരും. 105 - 1 എത്രയാണ്? 104 ഡിവൈഡഡ് ബൈ 8 എന്ന് വരും. ഓക്കെ, 104 ഡിവൈഡ് ബൈ 8 ആണ്. വെട്ടിപ്പോകുമ്പോൾ നമുക്ക് തരും 1 8 8 24 3 24 എന്ത് കിട്ടും? 13 കിട്ടും. ഓക്കെ, അപ്പൊ n = 3 ആകുമ്പോൾ എത്ര കിട്ടും? 13 കിട്ടും. ഓക്കെ, ഒന്നുകിൽ ഈ ഫോർമുല നിങ്ങൾ പഠിച്ചു വെക്കുക, അല്ലെങ്കിൽ ഈ നമ്പർ പഠിച്ചു. ഈ നമ്പർ ഫിക്സ്ഡ് ആണ് കേട്ടോ. ഈ നമ്പർ ഫിക്സ് ആണ്. n = 3 വന്നാൽ ഉറപ്പായിട്ടും 13 വരത്തുള്ളൂ. n = 4 27 വരത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ട് 6 വരെയുള്ള നമ്പേഴ്സ് എന്തായാലും ബൈ ഹാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് കണ്ടുപിടിച്ച് നമ്മൾ എന്തായാലും ബൈ ഹാർട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് എന്താണ് ഈ ചെറിയ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ചെയ്യാം. അല്ലെങ്കിൽ ഈ ഇക്വേഷൻ ഓർത്ത് വെക്കുക. ഓക്കെ, ഇക്വേഷൻ ഓർക്കുന്നത് ശ്രദ്ധിക്കുന്ന കാര്യത്തിലേ ഉള്ളൂ. ഈ ഇക്വേഷൻ ഒരു 1 കുറച്ചിട്ട് ഡിവൈഡ് ബൈ 8 ചെയ്യുമ്പോൾ നമുക്ക് ഓഡ് നമ്പേഴ്സിന്റെ കേസ് ഞാൻ ഇവിടെ എഴുതിയിട്ടേക്കാം. ഇത് ഓഡ് നമ്പേഴ്സിനാണ്, ഇത് ഈവൻ നമ്പേഴ്സിനാണ്. ഓക്കെ, ജസ്റ്റ് ആ ഒരു വ്യത്യാസം മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ നോക്കിയേ. ഹൗ മെനി സ്ക്വയേഴ്സ് ആർ ദർ ഇൻ ദ സ്ക്വയർ ഫിഗർ ABC എന്നാണ്. ഓക്കെ, നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. ഹൗ മെനി സ്ക്വയേഴ്സ്, ഇവിടെ എത്ര സ്ക്വയേഴ്സ് ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നിങ്ങൾ ആലോചിക്കാം. സ്ക്വയേഴ്സിന്റെ ക്വസ്റ്റ്യൻ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ. സ്ക്വയേഴ്സിന്റെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പഠിച്ചു കേട്ടോ. സ്ക്വയറും റെക്ടാംഗിളും കമ്പയർ ചെയ്താണ് നമ്മൾ പഠിക്കുന്നത്. അതിന് സ്ക്വയർ എന്ന് പറയുന്നത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യും, റെക്ടാംഗിളിനെ ആഡ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ. ഇതാണ് നിങ്ങൾ മനസ്സിൽ ആലോചിക്കേണ്ടത്. ഇത് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ക്ലിയർ ആവും. ഓക്കെ, സ്ക്വയർ ആകുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യും, മറ്റേതാകുമ്പോൾ ആഡ് ചെയ്ത് ചെയ്യുന്ന രീതി വ്യത്യാസമാണ്, ശ്രദ്ധിച്ചോണേ. സ്ക്വയർ ആകുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യും. അപ്പൊ എന്ത് മൾട്ടിപ്ലൈ നമ്മൾ അറിയണമല്ലോ, നോക്കാം. നമ്മളത് ഇവിടുത്തെ കോളം റോ നമ്പർ ചെയ്യും. ഓക്കെ, 1 2 3 4 ഇവിടെ 1 2 3 4. ഓക്കെ, 4 കോളോ 4 റോ ആണ് അല്ലെ. അപ്പൊ നമുക്ക് ചിലപ്പോൾ 4 കോളോ 3 റോ ആകാം, അല്ലെങ്കിൽ 4 കോളോ 5 റോ ആകാം, എന്ത് വേണേലാവാം. ഓക്കെ, ഇവിടെ നമുക്ക് എന്താണ് 4 കോളോ 4 റോയോ ആണ്. അപ്പൊ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ടോട്ടൽ നമ്പർ ഓഫ് കോളംസിന്റെ റോയുടെ നമ്പേഴ്സ് ആണ് നമ്മൾ ആദ്യം എടുക്കുന്നത്. 4 × 4. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് കോളം ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് റോ 4 × 4 എന്താ വെച്ച് കഴിഞ്ഞാൽ 16 കിട്ടും. ഓക്കെ, അവിടെ ഇരിക്കട്ടെ. എന്നിട്ട് ഓരോ നമ്പർ ആയിട്ട് കുറച്ച് വരും. ഓക്കെ, 3 4 16 4 4 എല്ലാവരും 4 ഇവർ 2 4 അല്ലേ. അപ്പൊ നമുക്ക് എന്താണ് ഓരോ നമ്പർ നോക്കിയപ്പോൾ എന്താണ് 3 3 ആയി. 3 എത്രയായി? 9. ഇനി ഓരോ നമ്പർ നോക്കിയപ്പോൾ 2 2 ആയി. എത്ര വരും? 2 2 4. അടുത്ത 1 1 ആയി. എത്ര വരും? 1 വരും. ബാക്കി ഫൈനൽ 0 ആയിരിക്കും. 0 എടുക്കേണ്ട ആവശ്യമില്ലല്ലോ, എന്തായാലും അത് 0 ആയിരിക്കും, എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതായിട്ടെല്ലാം കൂട്ടാം. 16 4 20 29 30 കിട്ടും. ഓക്കെ, ഇവിടെ എത്ര സോറി എത്ര സ്ക്വയേഴ്സ് എന്ന് പറയാം? ഇവിടെ 30 സ്ക്വയർ. നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുക, മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്ക്വയേഴ്സ് കൊണ്ടിരിക്കാൻ. ആഡ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ എന്താ പറയും? നമ്മൾ റെക്ടാംഗിൾ എന്ന് പറയും. ഓക്കെ, നമുക്ക് അവിടുത്തെ കുറച്ചൊരു ഐഡിയ കിട്ടും. ഓക്കെ, അടുത്ത ദിവസം നമുക്ക് നോക്കാം. ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ഇൻ ദ ഗിവൺ ഫിഗർ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ഇൻ ദ ഗിവൺ ഫിഗർ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യം ഇതിന്റെ അകത്തുള്ള കുറച്ച് സ്ക്വയർ അങ്ങ് എടുത്ത് മാറ്റുകയാണ്. ഇത് നമ്മൾ പഠിച്ച ബേസിലോട്ട് പോകണം. പഠിച്ച ബേസ് എനിക്ക് ഇതിനകത്ത് കുറച്ച് സാധനങ്ങൾ എടുത്ത് നിങ്ങൾ മാറ്റി നിങ്ങൾക്ക് ഫിഗർ ഇങ്ങനെ വരും കേട്ടോ. ആ ABC ഇരുന്ന ഫിഗർ ഉണ്ടല്ലോ, ആ ഫിഗർ ഇങ്ങനെ വരും. ABCD. ഓക്കെ, അതിങ്ങനെ ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്.
ഓക്കെ, ഇങ്ങനെ ആയിരിക്കുന്നത്. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ എത്ര ഉണ്ടെന്ന് നോക്കിയേ, ഇവിടെ എത്ര ഉണ്ട്, ഇവിടെ 1 2, ഇവിടെ 1 2, അപ്പൊ നമ്മൾ എന്താണ് 2 ഗുണം 2 പ്ലസ് എത്രയാണ് 1 ഗുണം 1, എത്ര 2 ഗുണം 2 4, 1 ഗുണം 1 5 എന്ന് കിട്ടും. ഓക്കെ, നോർമലി ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് എന്താണ് 5 നമുക്ക് സാധാരണ കൗണ്ട് ചെയ്യാൻ കിട്ടും അല്ലെ, 1 2 3 4 പിന്നെ വലുത് വരണം 5. ഓക്കെ, 5 ബോക്സ് അല്ലെങ്കിൽ 5 സ്ക്വയർ ബോക്സ് ആണ് നമുക്ക് എന്ത് ആ ഫിഗർ വരുന്നത്. ഇനി ഈ ഫിഗറിനകത്തോട്ട് ഞാനൊരു ഒരു സ്ക്വയർ കൊണ്ട് വെക്കുകയാണ് കേട്ടോ. ഓക്കെ, ഈ ഫിഗറിനകത്ത് ഞാൻ എന്ത് ചെയ്യുന്ന ഒരു സ്ക്വയർ കൊണ്ട് വെക്കുകയാണ്. അപ്പൊ അങ്ങനെ സ്ക്വയർ ഉണ്ടെങ്കിൽ എന്ത് സംഭവിച്ചു, ഇവിടെ വീണ്ടും 1 2 3 4 5 സ്ക്വയർ ബോക്സ് പിന്നെ ഉണ്ടാവും അല്ലെ, വീണ്ടും 5 ബോക്സ് ഉണ്ടാകും. ഇതിനകത്ത് വീണ്ടും ഒരു സ്ക്വയർ ബോക്സ് ഉണ്ടെങ്കിൽ ആലോചിച്ച് നോക്കി, അവിടെ എന്താണ് വീണ്ടും നമുക്ക് എന്താണ് 5 അങ്ങനെ എത്ര സ്ക്വയർ ബോക്സ് ഉണ്ടായിരുന്നു 5 വെച്ച് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, അതാണ് സംഭവം. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കാം, ഇവിടെ നമുക്ക് നോർമൽ വെളിയിലത്തെ ബോക്സ് എത്ര ഉണ്ടാവും 5 ഉണ്ടാവും, പ്ലസ് അകത്തെ ഈ ഫസ്റ്റ് ബോക്സ് എത്ര ഉണ്ടാവും 5 ഉണ്ടാവും, അടുത്ത ഈ ബോക്സ് ചെറിയ ബോക്സ് എത്ര ഉണ്ടായിരിക്കും 5, അങ്ങനെ മൊത്തത്തിലായി 15 ബോക്സ് ഉണ്ടെങ്കിൽ 15 സ്ക്വയേഴ്സ് എന്തുണ്ടാവും ഈ ഫിഗറിലുണ്ട്. ഓക്കെ, സ്ക്വയറിന്റെ കാൽക്കുലേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു തരാം. നമ്മൾ നമ്പർ ഓഫ് കോളംസ് നമ്പർ ഓഫ് റോ എടുക്കുന്നതിന്റെ മൾട്ടിപ്ലൈ എന്നിട്ട് ഓരോ നമ്പർ ആയിട്ട് എന്ത് ചെയ്യും നമ്മൾ കുറച്ച് വരും. അങ്ങനെ കുറച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ ടോട്ടൽ നമ്മൾ കൂട്ടുന്നത്. ഇനി ഇവിടെ നമ്മൾ സ്ക്വയർ മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പൊ ഞാൻ റെക്ടാംഗിൾ എടുക്കുവാണ് കേട്ടോ. ഞാൻ റെക്ടാംഗിൾ വരയ്ക്കുവാണ്. ഓക്കെ, റെക്ടാംഗിൾ വരയ്ക്കുവാണ്. Okay, how many rectangles are there in this figure എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, how many rectangles are there in the figure ക്വസ്റ്റ്യൻ. സ്ക്വയർ അല്ല, റെക്ടാംഗിൾ ആണ്. ഓക്കെ, ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നമ്പർ ചെയ്യും. ഓക്കെ, ഇവിടെ കോളം നമ്പർ ചെയ്യും 1 2 3 4, നമ്മൾ റോ നമ്പർ ചെയ്യുന്നത് 1 2 3. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു അവിടെ നമ്മൾ എന്താണ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുന്ന പറഞ്ഞില്ലേ, അവിടെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും ആഡ് ചെയ്ത് മൾട്ടിപ്ലൈ. നിങ്ങൾ ശ്രദ്ധിക്കുക, ആഡ് ചെയ്യുന്ന ഏതൊക്കെ നോക്കിയാണേ 1 + 2 + 3 + 4 എത്ര വരും 3 3 3 6 10 എന്ന് വരും. ഇവിടെ ആഡ് ചെയ്യുമ്പോൾ 10 വരും. ഇവിടെ നോക്കിയാൽ 1 + 2 3 3 + 3 6 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ 6 × 10 ആണ് നമ്മുടെ ആൻസർ 60. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, ഹൗ മെനി റെക്ടാംഗിൾസ് എന്ന രീതിയിലുള്ള ക്വസ്റ്റൻ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഗുണിച്ചിട്ട് ആഡ് ചെയ്യും അല്ലെ, സോറി കൂട്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യും. അതായത് സം ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും ഗുണിക്കും. ഓക്കെ, സം ചെയ്തിട്ട് ഗുണിക്കും. അവിടെ നമ്മൾ ഗുണിച്ചിട്ടാണ് സം ചെയ്യുന്നത്. ശ്രദ്ധിച്ചോണം, വളരെയധികം ശ്രദ്ധിച്ചോണം. ഓക്കെ, റെക്ടാംഗിൾ സ്ക്വയറിന് രണ്ട് രീതിയിലാണ് നമ്മൾ സ്ക്വയർ ചെയ്യുന്നത്. സോറി, നമ്പർ ഓഫ് റെക്ടാംഗിൾസും സ്ക്വയറും കണ്ടുപിടിക്കുന്നത് 2 രീതിയിലാണ്. ഓക്കെ, സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗുണിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും കൂട്ടി കൊടുക്കുന്നത്. ഇവിടെ കൂട്ടിയിട്ട് നമ്മൾ ഗുണിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിവിടെ നമ്പേഴ്സിനോട് കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും ഇട്ടാൻ ഗുണിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ 60 കിട്ടും. ഓക്കെ, അപ്പൊ അത് കുഴപ്പമില്ല. വേറൊരു ഫിഗർ വരയ്ക്കുകയാണ്. ഞാനൊരു വേറൊരു ഫിഗർ വരയ്ക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ ഒരു ഫിഗർ വരാണെന്ന് നോക്കുക. നിങ്ങൾക്ക് എത്ര എണ്ണം വരും നോക്കിയേ. കൺസെപ്റ്റ് ഒക്കെ സെയിം തന്നെ കേട്ടോ, കൺസെപ്റ്റ് ഒരു മാറ്റവും ഇല്ല. ജസ്റ്റ് ഇത്ര വെക്കുക. നമ്മളിപ്പോ പറഞ്ഞ നമ്മൾ നമ്പർ ചെയ്ത് നോക്കി 1 2 3 4 എന്ന് കിട്ടും. ഇവിടെ നമ്പർ ആണെങ്കിൽ നമുക്ക് എന്തായാലും 10 എന്ന് കിട്ടും. 1 2 3 4 10 കിട്ടും. അതേസമയം താഴെയുള്ള നമ്പർ ഏത് മാത്രമേ ഉള്ളൂ 1 മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ നമ്പർ ആഡ് ചെയ്യില്ലല്ലോ, 1 നമ്മൾ വെക്കും. 1 × 10 എത്രയായി 10 എന്ന് കിട്ടും. ഇതാണ് നമ്മൾ 10 നമ്പർ ഓഫ് റെക്ടാംഗിൾസ് ഉണ്ട് ഇവിടെ ഉണ്ട്. ഓക്കെ, ഇനി ചെറിയൊരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇങ്ങനെയും ചിലപ്പോൾ ചോദിച്ച് കാണാറുണ്ട്, ഇങ്ങനെയും ചോദിച്ച് കാണാറുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും, പക്ഷെ ചെറിയൊരു മിസ്റ്റേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്കും. ഓക്കെ, 1 2. ഓക്കെ, ഇവിടെ നമുക്കറിയാം നമ്പർ ഓഫ് റെക്ടാംഗിൾസ് കൗണ്ട് ചെയ്യാനാണ്. ഓക്കെ, നമ്പർ ഓഫ് റെക്ടാംഗിൾസ് കൗണ്ട് ചെയ്യാനാണ്. നിങ്ങൾ നോക്കാം, ഫസ്റ്റ് ഫിഗർ നിങ്ങൾ നോക്കിയേ. ഈ ഒരു ഫിഗർ നിങ്ങൾക്ക് അറിയാം 1 2 3 3 + 2 5 5 + 1 6 എന്ന് കിട്ടും. അതുപോലെ ഇവിടെ 1 2 3 4 അപ്പൊ 4 3 7 9 10 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ 10 + 6 എത്ര കിട്ടും 16 കിട്ടണമായിരുന്നു. പക്ഷെ എന്താണ് ഈ ഒരു ലൈനെ നമ്മൾ ഈ ഒരു സ്ക്വയർ നമ്മൾ എന്ത് ചെയ്തു 2 പ്രാവശ്യം റെക്ടാംഗിൾ 2 പ്രാവശ്യം നമ്മൾ കൗണ്ട് ചെയ്തു അല്ലെ. എന്ത് 16 - 1 എത്ര കിട്ടും 15 കിട്ടും. ഓക്കെ, മെയിൻ ആയിട്ട് നമ്മൾ ചോദിക്കുന്ന ട്രയാംഗിളും റെക്ടാംഗിളും സ്ക്വയറും ആണ്. അതിനകത്ത് ട്രയാംഗിൾ നമ്മൾ 2-3 ടൈപ്പ് കണ്ടു. അതുപോലെ സ്ക്വയറും റെക്ടാംഗിളും നമ്മൾ കണ്ടു. സ്ക്വയർ റെക്ടാംഗിൾ വ്യത്യാസം സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമ്മൾ ഗുണിച്ചിട്ട് കൂട്ടും അല്ലെ, ഗുണിച്ചിട്ട് കൂട്ടും. അത് നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് റോസ് എടുക്കും, ടോട്ടൽ നമ്പർ ഓഫ് കോൾ എടുക്കും, എന്നിട്ട് അത് സെപ്പറേറ്റ് എഴുതും അല്ലെ. എന്നിട്ട് അത് ഓരോ നമ്പർ കുറച്ച് വരും. അങ്ങനെ ഓരോ നമ്പർ കുറച്ച് വെച്ചിട്ട് എവിടെ വേണോ നമുക്ക് തിക്കുന്നത് അവിടെ നമുക്ക് കാരണം അവിടെ 0 വരുന്ന സമയത്ത് നമുക്ക് 0 എടുക്കേണ്ട ആവശ്യമില്ല അല്ലെ. നമ്മൾ കുറച്ച് 0 നമ്മൾ തിരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് എന്താണ് ഇതെല്ലാം ഗുണിച്ചിട്ട് കൂട്ടിയാൽ മാത്രം മതി. അതേസമയം നമ്മൾ റെക്ടാംഗിളിന്റെ കേസ് നമ്മൾ എന്ത് ചെയ്യും കൂട്ടിയിട്ട് ഗുണിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു റോയ്ക്കും കോളേജും നമ്പർ ഇട്ട് നമ്മൾ എന്ത് ചെയ്തു അവിടെ നമ്മൾ നമ്മൾ ഗുണിക്കരുത്, അതിന് സം എടുത്ത് നമ്മൾ എന്ത് ചെയ്തു ഗുണിക്കുവാണ് ചെയ്തത്. ഓക്കെ, ഇത്രയും കാര്യം മാത്രം എന്ത് ചെയ്യാം നമ്മുടെ ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, അതായത് നമ്പർ കൗണ്ടിങ് ഫിഗർ കൗണ്ടിങ് എന്താണ് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ അത്യാവശ്യം നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യൻസിൽ നമ്മൾ കൂടുതൽ മറക്കാനുള്ള ചാൻസ് ഉണ്ട്. മറ്റേ നമ്മുടെ
ഇക്വേഷൻസ് ആണ്. ഇക്വേഷൻസ് പറയുമ്പോൾ നമ്മൾ മറക്കാൻ ചോദിച്ചത്. പിന്നെ നമ്പർ ഇടുന്നതിന് ചിലപ്പോൾ ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് നമുക്ക് എന്താണ് നമുക്ക് ആ ഒരു ടെൻഷൻ അല്ലെങ്കിൽ ആ ഒരു എന്താണ് ആ ഒരു തെറ്റ് വരാനുള്ള അല്ലെങ്കിൽ ആ മറി വരാനുള്ള ചാൻസ് കുറവായിരിക്കും. ഓക്കെ, അത്യാവശ്യം നല്ലപോലെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യാം. നമുക്ക് ഈ പറഞ്ഞ ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഗ്രൂപ്പ് ഡിക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ ദയവേത് ക്ലാസ് കണ്ടതിന് ശേഷം അത്യാവശ്യം നല്ലപോലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. പിന്നെ അത് കൂടാതെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ബാക്കിയുള്ള നിങ്ങളുടെ സ്റ്റുഡൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് പഠിക്കാൻ വേണ്ടി പറയാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.